ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ആൻഡ് ഈ വീഡിയോയിൽ ഡേറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആ ഒരു സബ്ജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് KTU MCA S3 വരുന്ന ഒരു സബ്ജക്റ്റാണ്. ആൻഡ് S3 ഓൾറെഡി ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ ആദ്യം എന്തൊക്കെ ടോപ്പിക്സാണ് വരുന്നതെന്ന് നോക്കാം. Introduction to data science classification, data science process, prior knowledge, data preparation, modeling, application, data exploration, data sets, descriptive statistics for univariate and multivariate data, data visualization, histogram, quartile plot, distribution chart, scatter plot, bubble chart and density chart. ഇതൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കവർ ചെയ്യാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ സിലബസിലുള്ള 1 by 1 ടോപ്പിക്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഡേറ്റ സയൻസിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഡേറ്റ സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ടു മേക്ക് ഡിസിഷൻസ് ഓർ പ്രഡിക്ഷൻസ്. ഡേറ്റ സയൻസ് വെച്ചിട്ട് നമ്മളുടെ അടുത്തുള്ള ഡേറ്റാസിനെ അനലൈസ് ചെയ്ത് അതിലുള്ള പാറ്റേൺസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് അതിലുള്ള ഹിഡൻ പാറ്റേൺസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഡേറ്റ സയൻസ് എന്ന് പറയുന്നത് ഡേറ്റാസിനെ കളക്ട് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻസൈറ്റ്സ് വെച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നതാണ് ഡേറ്റ സയൻസ്. അപ്പോൾ ഈ ഡേറ്റ സയൻസിൻ്റെ ബേസിക് കോമ്പോണൻസ് ഒക്കെ എന്താണെന്ന് നോക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസിലോട്ട് പോവാം. അപ്പോൾ ഇതിലുള്ള ബേസിക് കോമ്പോണൻസ് നമ്മൾ ഡേറ്റ സയൻസ് ഒരു ഡേറ്റയിലുള്ള ഇൻസൈറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഡേറ്റ വേണം. അപ്പോൾ ഡേറ്റ ആണ് ഇതിൻ്റെ മെയിൻ കോമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഡേറ്റ എന്ന് പറയുമ്പോൾ ജസ്റ്റ് റോ ഇൻഫർമേഷനാണ്. വെബ്സൈറ്റോ അല്ലെങ്കിൽ ഇതിൽ ആപ്സ്, സെൻസേഴ്സ് ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന റോ ഇൻഫർമേഷനാണ് ഡേറ്റ. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അൽഗോരിതം. നമുക്ക് കിട്ടുന്ന ഡേറ്റാസിനെ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് അൽഗോരിതംസിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്. നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനാണ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അൽഗോരിതംസ് വേണം. അതാണ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ്. പിന്നെയെന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് ആണ്. ഡേറ്റാസിൽ നിന്ന് ഓരോ പ്രഡിക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡേറ്റ വിഷ്വലൈസേഷൻ, നമ്മളുടെ ഇൻസൈറ്റ്സിനെ വിഷ്വലി ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഡേറ്റ വിഷ്വലൈസേഷൻസ്. ചാർട്ട്, ഗ്രാഫ്, ഡാഷ്ബോർഡ് ഇതൊക്കെ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഈ ഡേറ്റ സയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൂൾസും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്. പൈത്തൺ, R, SQL, Excel ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ആൻഡ് ലാംഗ്വേജസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡേറ്റ സയൻസിൻ്റെ ബേസിക് കോമ്പോണൻസ് ആയിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് നോക്കാം. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ്, ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയാസൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു പോസ്റ്റിനെ ലൈക്ക് ചെയ്തു, ഒരു റീലിനെ ലൈക്ക് ചെയ്തു എന്ന് വെക്കാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന സജഷൻസ് ഫുള്ളും നമ്മൾ ഏത് റീലാണോ ലൈക്ക് ചെയ്തത് അത് ബേസ്ഡ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഒരാളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആരെയാണോ ഫോളോ ചെയ്തേക്കുന്നത് അവരുടെ കണ്ടൻസ് ബേസ്ഡ് ആയിട്ടുള്ള വേറെ പേഴ്സൺസിൻ്റെ അക്കൗണ്ട്സൊക്കെ സജഷനിൽ വരും ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് എൻ്റർടൈൻമെൻറ്റിൽ നമ്മൾ ഡേറ്റ സയൻസ് യൂസ് ചെയ്യുന്നത്. നമ്മളുടെ പാസ്റ്റ് ഡേറ്റാസ്, ഇപ്പോൾ ഞാൻ റീലിൽ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു ഡേറ്റ ആണ്. ഞാൻ ഏത് ടൈപ്പ് ഓഫ് റീലാണ് ലൈക്ക് ചെയ്തേക്കുന്നത്, ആരെയാണ് ഞാൻ ഫോളോ ചെയ്തേക്കുന്നത്, ഇതൊക്കെ ഡേറ്റാസാണ്. അപ്പോൾ ഈ ഡേറ്റാസ് വെച്ചിട്ട് അതിലുള്ള പാറ്റേൺ കണ്ടുപിടിച്ചിട്ടാണ് ഫ്യൂച്ചറിൽ എനിക്ക് അത് ബേസ്ഡ് ആയിട്ടുള്ള സജഷൻസ് ഒക്കെ വരുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇ-കൊമേഴ്സ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതിലൊക്കെ പോയിട്ട് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ആപ്പിൽ കയറുമ്പോൾ നമ്മൾ ഏത് പ്രോഡക്റ്റാണോ ഓർഡർ ചെയ്തത് അല്ലെങ്കിൽ ഏതാണോ സെർച്ച് ചെയ്തത് അത് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും വരുന്നത്. പിന്നെ ഹെൽത്ത് കെയർ എടുക്കുവാണെങ്കിൽ പേഷ്യൻസിൻ്റെ ഡേറ്റാസൊക്കെ വെച്ചിട്ട് ഒരു ഡിസീസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ ഔട്ട്കംസ് ഒക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്തെടുക്കാം. ദെൻ ഫിനാൻസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഫ്രോഡൊക്കെ ഈസി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റോക്കിൻ്റെ ട്രെൻഡ്സ് ഒക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫീൽഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മാപ്സൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, മാപ്പ് റൂട്ടൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡേറ്റ സയൻസ് ഇൻ റിയൽ വേൾഡ്. ഇനി ഈ ഡേറ്റ സയൻസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, ഡയഗ്നോസ്റ്റിക് അനാലിസിസ്, പ്രെഡിക്റ്റീവ്, പ്രിസ്ക്രിപ്റ്റീവ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പോവണ്ട, ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷനാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എക്സാം ഓറിയൻ്റ് ആയിട്ടുള്ളതൊക്കെ നോക്കാം. പിന്നെ ഈ ഡേറ്റ സയൻസ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇത് രണ്ടിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഡേറ്റ സയൻസ്. പിന്നെ ഈ ഡേറ്റ സയൻസ് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്. ബിക്കോസ് ഡേറ്റ സയൻസിൽ നമ്മൾ മാത്സ് യൂസ് ചെയ്യും, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ഫീൽഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡേറ്റ സയൻസ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഡേറ്റ സയൻസ് പ്രോസസ്സൊക്കെ നോക്കാം. താങ്ക് യു.